എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ വട നമ്മളെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കൻ കൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ 4 മണി പലഹാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് നമ്മളെ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ വട നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത്, ചെസ്റ്റ് പീസ് എല്ലും മൊത്തം ഒഴിവാക്കിയിട്ടുള്ള ഒരു ബോൺലെസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നങ്ങോട്ട് നടു കയറി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു പാത്രത്തിലൊരു വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു അല്പം മഞ്ഞപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ, ഈ ബോൺലെസ് ചിക്കനെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേവുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരല്പം ഒരു പാത്രം എടുത്തിട്ട് അതിലൊരല്പം മൈദ ഇട്ട് കൊടുക്കുക. കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഇതിലിട്ട് കൊടുക്കാം. ഒരല്പം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പ്, ഇനി വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, മല്ലിയില, അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൊത്തം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഗൈസ്, നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവനെ നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ഒന്നങ്ങോട്ട് ഇതെങ്ങനെ, സാധാരണ നമ്മൾ ഒന്നെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഇവിടെ കരണ്ട് പോയി, അല്ലെങ്കിൽ പിന്നെ നമ്മളാ ഇതിലിട്ടിട്ടൊന്ന് നല്ലതാക്കി. അതൊന്നും സെറ്റപ്പുകളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മളൊന്നിങ്ങനെ കൈ വെച്ചിട്ടായാലും ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചതച്ച് ചിക്കൻ പിച്ചി പറിച്ച് വെച്ച ചിക്കൻ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്പം മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി നമ്മളിതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ കുറച്ച് ഓയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയൊന്ന് നനയ്ക്കുക. അതായത് നമ്മൾ ഈ മാവ് എടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മളൊന്ന് കൈ നനച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ചിക്കനും ആ ഒരു കൂട്ടും നമുക്ക് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളതാ നല്ല മൊരിയായി വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ വട നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ചേഞ്ചായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തേക്ക് കോരി മാറ്റിയിടാം. കണ്ടില്ലേ, നല്ല അടിപൊളിയതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
നമ്മളിതാ ചിക്കൻ വട നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് തയ്യാറാക്കി നോക്കുക. നമ്മളെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കൊടുത്ത മക്കളെ അടിപൊളിയാണ്. നമ്മളെ ഗസ്റ്റൊക്കെ വരും 5 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കിയത്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള, കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വടയാണ് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഉള്ളിച്ചമ്മന്തി നോക്കാം. അടിപൊളി. നമ്മൾ ഈ ചിക്കനും കൂടി വന്നപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി. അല്പം സോസ്, നമ്മളിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.